നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. ഒന്നാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ഗംഗാതീരത്തിലേക്ക് പരീക്ഷിത്ത് പ്രായോപവേശം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നതും ഋഷിമാരൊക്കെ വന്നു ചേർന്നതും ശുഗമഹർഷിയുടെ ആഗമനം, രാജാവിൻ്റെ ആദ്യത്തെ 2 പ്രധാന ചോദ്യങ്ങളും പറഞ്ഞ് ഒന്നാമത്തെ സ്കന്ധം അവസാനിപ്പിച്ചു. രണ്ടാമത്തെ സ്കന്ധത്തിൽ ഇപ്പോൾ 7 അധ്യായങ്ങൾ വായിച്ചു. ശുഗൻ്റെ പ്രവചനം ആരംഭിക്കുന്നതും ധ്യാനവിധി, ഭഗവാന്റെ വിരാട് രൂപ വർണ്ണന, അതുപോലെ യോഗികൾക്ക് യോഗധാരണ വഴി ഉള്ള ഉത്ക്രമണം എന്ന് പറയും, അത് സാധിക്കുമെങ്കിൽ വിസ്തരിക്കാം. ഉത്ക്രമണത്തിൻ്റെ വർണ്ണനം, പെട്ടെന്ന് തന്നെ മുക്തി കിട്ടാനുള്ള മാർഗം, സദ്യോമുക്തി എന്ന് പറയും, വിഹംഗഗതി എന്നൊക്കെ പറയും അതിനെ. അതുപോലെ ക്രമമുക്തി, പടിയായിട്ട് മെല്ലെ 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 മുക്തിയിലേക്ക് ചെല്ലുന്നത്, അത് മറ്റൊരു മാർഗം. ഇൻസ്റ്റൻറ്റും ഗ്രാജുവലും, ആ മാർഗങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം പല വിധത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദേവന്മാരുടെ ഉപാസനയെക്കുറിച്ച് പറയുന്നു. ശൗനക മഹർഷിയുടെ ചോദ്യം, അതേപോലെ ഭഗവാനെ സേവിക്കുന്ന, അതിൽ മാത്രം ഭഗവാന്റെ കിങ്കരത്വം അഥവാ സേവനം ആഗ്രഹിക്കുന്നവരുടെ മാഹാത്മ്യത്തെ പറയുന്നു. സൂതൻ്റെ വചനത്തോടു കൂടിയിട്ട് ഈ ശുഗസാരസ്വതം 4-ാമത്തെ അധ്യായത്തിൽ രാജാവ് സൃഷ്ടിയെക്കുറിച്ച് ചോദിക്കുന്നു. 5-ാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെയൊക്കെ ഉത്തരം പണ്ട് നാരദൻ ചോദിച്ചിട്ടുണ്ട് ബ്രഹ്മാവിനോട്. അന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ ഫ്ലാഷ് ബാക്കുകൾ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ നമുക്ക് വരിക. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മറുപടി, തത്വങ്ങളുടെ ഉൽപ്പത്തി, ബ്രഹ്മാണ്ടത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള വർണ്ണന. നമ്മൾ വിചാരിക്കും എന്തിനാ ഈ ബ്രഹ്മാണ്ട വർണ്ണനയൊക്കെ പറയണത്? ചില ഭാഗങ്ങളൊക്കെ ഭൂഖണ്ഡങ്ങളുടെ വർണ്ണന, ഭൂഗോള വർണ്ണന, സമയത്തിൻ്റെ വർണ്ണന. ഇത് അല്പമെങ്കിലും മനസ്സിലാക്കിയാലല്ലാണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം സാധാരണ ഈ ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് പതിവ്. കഥ പറയാൻ വേണ്ടിയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവില്ല. വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ആ ഭാഗങ്ങളൊക്കെ ഒന്ന് തൊട്ടിട്ട് തന്നെ പോകുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമുക്ക് പ്രയോജനമില്ല. ആ ഭാഗങ്ങളൊന്നും അങ്ങനെ നഷ്ടപ്പെടുത്തി കളയേണ്ടതല്ല. 6-ാമത്തെ അധ്യായം പുരുഷസൂക്തത്തിൻ്റെ അർത്ഥം കൊണ്ടുള്ള വിരാട് രൂപിയായിട്ടുള്ള ഭഗവാന്റെ വർണ്ണന. പുരുഷസൂക്തം നമുക്കൊക്കെ അറിയാം, വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തങ്ങളിലൊന്നാണ്. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാദ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അതിഗംഭീരമായിട്ടുള്ള സൂക്തമാണ്. അതിലാണ് അനവധി രഹസ്യങ്ങൾ വരുന്നത് പ്രപഞ്ചത്തിൻ്റെയും നമ്മൾ മനുഷ്യ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം. ഉദാഹരണത്തിന് ചന്ദ്രൻ എന്നാണ് മനസ്സുണ്ടാവണമെന്നൊക്കെ, ചന്ദ്രമാ മനസ്സോ ജായത എന്നൊക്കെ പറയണതൊക്കെ ഈ സൂക്തത്തിലാണ്. ഭഗവാന്റെ ശരീരം തന്നെയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം അതിൻ്റെ ഒരു ചെറിയ ഘടനയാണ്. ഭഗവാന്റെ ബ്രഹ്മാണ്ടമാകണ വലിയ പ്രപഞ്ച ശരീരത്തിനെ കുറിച്ച് പറയുന്നു. 7-ാമത്തെ അധ്യായത്തിൽ ഈ ലോകത്തിൽ ഭഗവാൻ ലീലയായിട്ട് ഏതൊക്കെ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം സംക്ഷിപ്തമായിട്ട് പറയുന്നതാണ്. പരീക്ഷിത്ത് മരിക്കാൻ തയ്യാറെടുക്കണം. ഈ 1-ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ പരീക്ഷിത്ത് മരിക്കാൻ തയ്യാറെടുക്കുന്ന അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിനാദ്യം ഒരാൾ തനിക്ക് വന്നിട്ടുള്ളൊരു വിധിയെ സ്വീകരിച്ചാൽ മാത്രമേ അയാൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് തയ്യാറെടുക്കാൻ പറ്റൂ. ശാപത്തിനെ ആദ്യം വിനയത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു. ശൃംഗി, ശമീക മഹർഷിയുടെ മകൻ, ശപിച്ചതിനെ വളരെ വിനയത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു. അതിൻ്റെ പടിയായിട്ട് തനിക്കുള്ളതൊക്കെ കളയണം, ഓരോന്നായിട്ട് കളയണം. പട്ടിണക്കാരുടെ മകൻ കപ്പലിൽ രത്നങ്ങളൊക്കെ കൊണ്ടുപോയി, അല്ല പട്ടുവസ്ത്രങ്ങളും കുരുമുളകും ഒക്കെ കൊണ്ടുപോയി ഇന്തോനേഷ്യക്കും മലേഷ്യക്കും 40 കപ്പലിൽ. പട്ടിണക്കാർക്ക് മക്കളുണ്ടായിരുന്നില്ല. തിരുവടൈമരുതൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരു കുട്ടിയെ കിട്ടണത്. രാത്രി അച്ഛൻ മഹാദേവൻ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, അവിടെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മരുതുമരണ്ട്, അർജുനവൃക്ഷം, അതിൻ്റെ താഴെ ഒരു കുട്ടിയെ പിടിച്ചിട്ടൊരു ബ്രാഹ്മണനും ഭാര്യ ഇരിക്കുന്നുണ്ടാവും. അവരുടെ നിന്ന് മേടിക്കുക, വേണ്ടത്ര കാശ് കൊടുക്കുക അവർക്ക്. ആ ബ്രാഹ്മണനെയും ഭാര്യ സ്വപ്നം കാണിച്ചിട്ട് പറഞ്ഞു, അവരാണെങ്കിൽ സ്വത്ത് മുഴുവൻ ശിവൻ്റെ പൂജയിൽ കളഞ്ഞവരാണ്, ശിവൻ്റെ ഭക്തജനങ്ങൾക്ക് കൊടുത്തിട്ടും അവർക്ക് ഇനിയും ദാനം ചെയ്യാൻ കാശില്ല എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, പട്ടണത്തിൽ ചെട്ടിയാരും ഭാര്യയും കൂടെ രാവിലെ അമ്പലത്തിൽ തൊഴാൻ വരും, മരത്തിൻ്റെ താഴെ ഒരു കുട്ടി കിടക്കുന്നുണ്ടാവും, ആ കുട്ടിയെടുത്ത് നിങ്ങൾ കൊടുത്താൽ മതി, അവൻ പൈസ തരുന്നു. 2 സൈഡിലും മൂപ്പര് സ്വപ്നം കാണിച്ച് കച്ചവടം ഉറപ്പിച്ചിട്ട് പട്ടണത്താർ രാവിലെ ഭാര്യയുടെ ഒപ്പം ചെന്നപ്പോൾ ഈ ബ്രാഹ്മണനും ഭാര്യയും ഒരു തേജോമാനായിട്ടൊരു കുട്ടിയെ മടിയിൽ ഇരുത്തിയിട്ടിരിക്കുന്നുണ്ട്. ഈ കഥ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇത് വളരെ പ്രധാനമായിട്ടൊരു കഥയാണ്. ഈ കുട്ടിക്ക് മരുതവാൻ എന്ന് പേരിട്ടിട്ട് വളർത്തി. 18 വയസ്സായപ്പോൾ അച്ഛനോട് പറഞ്ഞു, മക്കളൊക്കെ ബിസിനസ്സിൽ സഹായിക്കുന്നത് സ്വാഭാവികമാണല്ലോ ഇന്നത്തെ കാലത്ത്. വച്ചാ ഞാൻ ബിസിനസ്സിൽ സഹായിക്കാം. വളരെ സന്തോഷം, നീ ബിസിനസ്സിൽ സഹായിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഓഫീസിലൊക്കെ നിന്ന് പഠിക്കാൻ പറഞ്ഞു. അല്ലല്ല, എനിക്ക് ഇപ്പം തന്നെ വിദേശങ്ങളിൽ പോകണം, എനിക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ പോയിട്ട് വേണം, നേരിട്ട് പോയിട്ട് പരിചയിക്കാനാണ് താല്പര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ 40 കപ്പൽ പോകുന്നുണ്ട്, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസൊക്കെ പോകണം. പട്ടണത്തിൽ ചെട്ടിയാർ ഈ കടലൂരായിരുന്നു താമസിച്ചിരുന്നത്, തമിഴ്നാട്ടിലെ. അങ്ങനെ
40 കപ്പൽ നിറച്ച് പട്ടുവസ്ത്രങ്ങളും കുരുമുളകും ഒക്കെ കയറ്റി പോയി. മാസങ്ങൾ കഴിഞ്ഞിട്ടും കപ്പലിൻ്റെ വിവരമില്ല. പല ആൾക്കാരെ വിട്ട് അന്വേഷിച്ചു. ഭാര്യയും പട്ടണം ചെട്ടിയാരും കഷ്ടത്തിലായി. ഇതെവിടെ പോയി എന്നറിയില്ല. ഒരു ദിവസം മൂപ്പരുടെ ഓഫീസിലേക്ക് മൂപ്പരുടെ ക്ലർക്ക് ഓടിക്കഴിച്ചിട്ട് വന്നു. കപ്പലൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, കപ്പൽ നിറച്ച് പിണ്ണാക്കും കൊണ്ടാണ് വരണമെന്ന്. രത്നങ്ങൾ കൊണ്ടുവരേണ്ട മകൻ എല്ലാ സ്ഥലത്തും പട്ടുവസ്ത്രങ്ങൾ വിറ്റിട്ട് പശുവിൻ്റെ പിണ്ണാക്ക് മേടിച്ചുകൊണ്ട് വരും. ഇത് കഥയല്ല കേട്ടോ, ഇത് ശരിക്കുണ്ടായ കഥയാണ്. പട്ടണത്തിൽ ചെട്ടിയാരെന്ന് പറഞ്ഞാൽ 63 നായന്മാരിൽ ഒരാളാണ്. ശങ്കരനെ പോലെ സ്വന്തം അമ്മയുടെ ശവശരീരം ദഹിപ്പിച്ചതിന് ശേഷം മാത്രം പൂർണ്ണമായിട്ടും എന്താ പറയുക യോഗിയായിട്ട് സന്യാസിയായിട്ട് സഞ്ചരിച്ച ആളാണ്. അപ്പം ചെട്ടിയാരങ്ങനെ ഞെട്ടി ദേഷ്യം വന്ന് മകനെ കൈ കിട്ടിയപ്പോൾ അടിച്ചു കൊല്ലുന്നത്. എവിടെയാ വന്ന് ചോദിച്ചു. അവൻ നേരെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു. ചെട്ടിയാർ വേഗം ഓഫീസൊക്കെ പൂട്ടി വീട്ടിലേക്ക് ഓടിയപ്പോൾ പാവം ഭാര്യയ്ക്ക് ഇതറിയില്ലല്ലോ. മകനെ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചു. അമ്മ എനിക്ക് സമയമില്ല, അച്ഛൻ വരും, ഇത് കൊടുത്താൽ മതി മറ്റൊരു ബോക്സ് കൊടുത്തിട്ട് പോയി, ചെറിയൊരു ബോക്സ്. അപ്പോൾ ചെട്ടിയാർ അവിടെ ചെല്ലുന്ന സമയത്ത് മകൻ പോയി കഴിഞ്ഞു. ഭാര്യയോട് ചോദിച്ചു അവനെവിടെ, എനിക്ക് അവനെ കൈ കിട്ടിയാൽ അവനെ അടിച്ച് കൊന്നറിയുന്നു. അപ്പോൾ അവൻ ഈ ചെപ്പ് തരാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സൂചിയും ഒരു എഴുത്തും, മരിക്കണ നേരത്ത് ഈ സൂചി പോലും കൊണ്ടുപോയില്ല അച്ഛാന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പോൾ മനസ്സിലായി 18 കൊല്ലം തൻ്റെ മകനായിട്ട് വളർന്നത് മഹാദേവൻ തന്നെയാണ് എന്ന് മനസ്സിലായി. ആ നിമിഷം സകലതും കളഞ്ഞിട്ടിറങ്ങുകയാണ്, പുരന്ദരദാസനെയൊക്കെ പോലെ. ആ സെക്കൻഡിൽ സകലതും കളഞ്ഞിട്ട്. അപ്പം എപ്പോഴാണ് ഒരാൾക്ക് തൻ്റെ മോക്ഷത്തിന് ഉള്ള മാർഗം തുറക്കണമെന്ന് ചോദിച്ചാൽ ഇതൊന്നും കൊണ്ടുപോവില്ല എന്നുള്ള ബോധ്യം വരിക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പടി. അതിന് ഉപേക്ഷിക്കുകയാണ്. പരീക്ഷിത് അതാ ചെയ്തത്, സകലതും കൊടുത്തു, ദാനം ചെയ്തു. ആ ഇഫക്റ്റ് മനസ്സിലാക്കാനാണ് ഞാൻ പരീക്ഷത്തിൻ്റെ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് പുരാണത്തിലെ കഥാപാത്രമല്ലേ. അങ്ങനെയല്ല, ഇതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ ഇപ്പോഴും അങ്ങനെ ചെയ്യണവരുണ്ട്, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ തൻ്റെ എല്ലാവിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റുകളെയും കളഞ്ഞു. അതിനുശേഷം ഗംഗയുടെ തീരത്തേക്ക് യാത്ര ചെയ്തു. അവിടെ ചെന്ന് തനിക്ക് പ്രായോപവേശം ചെയ്യുക, അതായത് പട്ടിണി കിടന്ന് മരണമാണ് പ്രായോപവേശം. പഴയ കാലത്തൊക്കെ രാജാക്കന്മാർ അങ്ങനത്തെ വീരമരണങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ ചേരരാജാക്കന്മാരുടെയൊക്കെ കാലത്ത് യുദ്ധത്തിൽ തോറ്റ മാരകമായിട്ട് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവില്ല, ജീവൻ കൊടുത്ത് വിടും, കൊല്ലില്ല. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വടക്കിരിക്കുക എന്ന് പറയും. വടക്ക് വശത്ത് വന്നിട്ട് തെക്കോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും, പട്ടിണിയായിട്ടിരിക്കും. വ്രണം പഴുക്കും, രക്തം വാർന്നോ എന്തെങ്കിലും കട്ട പിടിച്ചോ എന്താ സംഭവം, ശരീരം ഇൻഫെക്ഷനായിട്ട് ഇരുന്ന് മരിക്കുക. കാരണം എന്തെങ്കിലും കർമ്മണ്ടേ അത് തീർന്നിട്ട് ഇനി ഞാൻ ഭൂമിയിൽ ജനിക്കരുതെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. അതിനെ വടക്കിരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായമാണ്. ഇപ്പോൾ ജപ്പാൻകാരുടെ ഹാരാക്കിരിയൊക്കെ പോലെയാണത്. ഹാരാക്കിരി സ്വയം കുത്തി മരിക്കലാണ് വയറ് കയറിയിട്ട്. ഇത് വടക്കിരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ടായിരുന്നു. സന്ദർഭവശാൽ പറഞ്ഞത് പഴയ കാലത്താണ്. ചന്ദ്രഗുപ്ത മൗര്യൻ എന്താ ചെയ്ത്, അത്ര വലിയ സാമ്രാജ്യം സ്ഥാപിച്ച മൗര്യൻ അവസാനം കർണാടകത്തിലെ ശ്രവണബെലഗോളയിൽ വന്നിട്ട് ഈ പ്രായോപവേശം ചെയ്തിട്ടാണ് കളഞ്ഞത് ശരീരം. ഇരുന്ന് പട്ടിണി കിടന്ന് ആ സ്ഥാനത്താണ് ഇന്ന് ബാഹുബലിയുടെ ഗോമടേശ്വരൻ്റെ പ്രതിമ നിൽക്കുന്നത്. സിനിമയല്ല കേട്ടോ, യഥാർത്ഥ ബാഹുബലിയുടെ ആ പ്രതിമ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. അപ്പം അങ്ങനെ ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ എന്താ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഡിറ്റാച്ച്മെൻ്റായിട്ട് കരുതുന്നത് എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അതിന്ന് വിട്ട് കഴിഞ്ഞു മനസ്സിൽ. അതല്ല, ഒരു വസ്തുവിനോട് ബന്ധം ഇരിക്കെ തന്നെ അത് ഭഗവാനിലേക്ക് സമർപ്പിച്ച് ചെയ്യുമ്പോഴേ അത് ഡിറ്റാച്ച്മെൻ്റ് ആവുള്ളൂ. നമ്മൾ പറയും ചില ആൾക്കാരുണ്ട് ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നിട്ട് സന്യാസിമാരി ബിഹേവ് ചെയ്യും, മഹാപകട. നമ്മുടെ വിചാരം അതെന്തോ വലിയ ആത്മീയ പാതയിലാണ് നമ്മളെന്നാണ്. ഞാൻ പല പ്രഭാഷണങ്ങളും പറഞ്ഞു, നമ്മളെടുക്കുന്ന വ്രതം കൊണ്ട് തൊട്ടപ്പുറത്തുള്ള ആൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവും. ഞാനിന്ന് ഏകാദശി അതുകൊണ്ട് നിങ്ങളും ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ വ്രതം കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ അതിൽ ഇരുന്നു കൊണ്ട് ജീവിച്ച് കാണിക്കണം. ഡിറ്റാച്ച്മെൻറ്റിൻ്റെ മൂർത്തിവൽഭാവം ആരാ വെച്ചാൽ കൃഷ്ണ. ഭൗതികതയുടെ നടുക്കിരിക്കെ ബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ചു. ഭഗവാനെ നാരായണനായിട്ട് ഒന്നും കാണണ്ട, മനുഷ്യനായിട്ട് കണ്ടു നോക്കൂ. മനുഷ്യനായി കണ്ടാലേ അദ്ദേഹം ചെയ്തതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. ഒന്നിനോടും മനസ്സിൽ ബന്ധം കൊടുക്കാതെ ജീവിക്കാൻ സാധിക്കുക, എന്നാൽ ജീവിതത്തിൻ്റെ പരിപൂർണതയിലിരിക്കുക. നിങ്ങൾക്ക് മെഴ്സറീസ് ബെൻസ് ഓടിക്കാം, ബംഗ്ലാവുകൾ വലിയ എന്താ പറയുക ഡ്യൂപ്ലൈഡ് അപ്പാർട്ട്മെൻറ്റ്സിൽ താമസിക്കാം, വിദേശയാത്ര നടത്താം, ഒന്നുമില്ല. മനസ്സ് ഭഗവാനിൽ ഉറച്ചിരിക്കേണ്ടതുകൊണ്ട് ഇതൊക്കെ ആവാം, ഒരു കുഴപ്പമില്ല. അത് കൃത്യമായിരിക്കണമെന്ന് മാത്രം. നാളെ അടുത്ത സെക്കൻഡ് ഇതൊക്കെ പോയാലും തൃപ്തായിരിക്കണം, ഇതുണ്ടെങ്കിലും തൃപ്തായിരിക്കണം. തൃപ്തിയാണ് സമ്പത്തിൻ്റെ അളവ് പോലെ. ആ തൃപ്തി കിട്ടണമെങ്കിൽ അവനവനിൽ നിഷ്ഠനായിരിക്കണം. ബ്രഹ്മനിഷ്ഠൻ മാത്രമേ യഥാർത്ഥ തൃപ്തി അറിയുള്ളൂ, അല്ലാത്തവൻ തൃപ്തി അറിയില്ല. അങ്ങനത്തെ ഉള്ളവരുണ്ടോ ചോദിച്ചാൽ ശരത്ത് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ. ഇവിടെ നാട്ടിലൊന്നുമല്ല, പുറത്തെ നാട്ടുകളിൽ
അങ്ങനത്തെ ആൾക്കാരെ കണ്ട്, ഇന്ത്യക്കാരെ അല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വ്യാസപീഠത്തിൽ ഇരുന്നാൽ ഞാൻ പറയണത്. അവിടെ ഇത് നമ്മൾ ഇന്ത്യക്കാരുടെ മാത്രം കുത്തകയൊന്നുമല്ല, ഗംഭീരന്മാരായിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം അവസാനമുള്ള 7 ദിവസത്തിനെ എങ്ങനെ തൻ്റെ മുക്തിക്കായിട്ട് ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചു. നമ്മളിവിടെ ദിവസക്കണക്ക് നമുക്ക് എക്സ്പയറി ഡേറ്റ് ഒന്നും ഇപ്പോഴും അറിയില്ല. നമ്മൾ ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഇതിപ്പോൾ ഈ ഐപാഡ് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള ഐഫോൺ ഉണ്ടാവും. ഇത് ഉണ്ടാക്കിയ ഒരാളുണ്ട്. ആരാ? സ്റ്റീവ് ജോബ്സ്. ഈ സ്റ്റീവ് ജോബ്സ് ദിവസം രാവിലെ കണ്ണാടി നോക്കിയിട്ട് ഇന്ന് എൻ്റെ അവസാന ദിവസമാണെന്ന് പറഞ്ഞിട്ട് അത്ര ജോലിക്ക് ഇറങ്ങുക. 51 വയസ്സിൽ അദ്ദേഹം ശരീരം വിട്ടു. അങ്ങനെയാണ് പറയണ്ട്. അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ പറയാറില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ മുഴുവൻ മാറ്റിമറിച്ച ഒരാളായിരുന്നു ഈ കാലഘട്ടത്തിൽ. ഒരു കണ്ണാടി കഷ്ണത്തിൽ ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞാൽ വെറ്റില ചുണ്ണാമ്പ് തേക്കണവർ തോണ്ടിയാൽ ലോകം മുഴുവൻ കയ്യിൽ കിട്ടണ ഒരു വിദ്യ കണ്ടുപിടിച്ച ആളാണ്. അതിന് മുമ്പൊക്കെ ഈ കുത്തിയുള്ള ബട്ടൺ വെച്ചിട്ടുള്ള ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ മേഖലകളും തൊട്ട സകല മേഖലകളെയും മാറ്റിമറിച്ചു തൻ്റെ ചിന്ത കൊണ്ട്. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ശുദ്ധ വെജിറ്റേറിയൻ, പാല് പോലും കഴിക്കില്ല, വീഗനായിരുന്നു. ആ നീം കരോളി ബാബയുടെ വലിയ ഭക്തനായിരുന്നു. നീം കരോളി ബാബ കടിച്ചിട്ട് വെച്ച ആപ്പിളിൻ്റെ ചിഹ്നമായി മാറി. ഇത് കടിച്ച ആപ്പിളാണ്. അങ്ങനെയുള്ള അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ വശങ്ങളിലേക്ക് കൂടുതൽ പോവാതെ അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യാസം, ആ അഭ്യാസം ഇവിടെ വരും. ഇപ്പോൾ സുഖം പറയും. ഇതന്നെ ജോബ്സിനെ പോലുള്ളവർ ചെയ്തിരുന്നു. ഇന്ന് രാവിലെ എൻ്റെ അവസാനത്തെ ദിവസമാണ് എന്ന് കണ്ണാടി നോക്കി എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? എന്നിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യണം. അന്ന് സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ ചെയ്തു തീർക്കും. പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ കണ്ടത് മുഴുവൻ ഈ ചുരുങ്ങി 51 വയസ്സിനുള്ളിൽ ലോകത്തിനെ മാറ്റിമറിച്ചിട്ട് പോയി. ഇനി എത്ര വർഷങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ച് കിടക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ എത്രയോ വലിയ ഗ്രന്ഥവും എത്രയോ പേജുകളുടെ 100 കണക്കിന് പേജുകളുടെ നോട്ടുകളും നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടല്ല ഇതിൽ. അപ്പോൾ ഭഗവാൻ ഏതൊക്കെ നാടുകളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പരീക്ഷത്തിൻ്റെ രീതിയാണ്. പരീക്ഷത്ത് മഹാത്മാവാണ്. യുധിഷ്ഠിരൻ്റെയും പാണ്ഡവന്മാരുടെ മുഴുവൻ വംശാവലിയിലുള്ള രത്നമാണ്. അദ്ദേഹത്തിനെ സാക്ഷാൽ ഭഗവാൻ ഗർഭത്തിൽ നിന്ന് രക്ഷിച്ചാണ്. ആ ആളാണ് 7 ദിവസം കൊണ്ട് മുക്തി ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നത്. അപ്പോഴും അദ്ദേഹത്തിന് മുക്തി ഗ്യാരണ്ടി അല്ല, അത് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഗംഗാതീരത്തിൽ ചെല്ലണം. അപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലണോ, പരീക്ഷിത്ത് അവിടെ ചെല്ലണമെന്ന് അറിയില്ല. എപ്പോഴും എന്താ വെച്ചാൽ മഹർഷിമാർക്ക് ഭഗവാൻ ഒരു പ്രത്യേക ഈവൻ്റ് സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയും. അവരിത്തരം ഈവൻറ്റുകൾ കാത്തിരിക്കണവരാ. അതുകൊണ്ട് എന്തായി, നാനാഭാഗത്തുനിന്നും ആൾക്കാർ ഗംഗാതടത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. പരീക്ഷത്തിൻ്റെ പ്രായോപവേശത്തിന് അദ്ദേഹത്തിനെ കണ്ട് നമസ്കരിക്കാനും അദ്ദേഹത്തിനെ അഭിനന്ദിക്കാനും ആശീർവദിക്കാനായിട്ട് ഒരു വരികയാണ്. 7 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പോകും. അപ്പോൾ ആരൊക്കെയാണ് വരണം? അത്രി മഹർഷി വരുന്നുണ്ട്, വസിഷ്ഠൻ വരുന്നുണ്ട്, ചവനൻ വരുന്നുണ്ട്, ഗൗതമൻ വരുന്നുണ്ട്, ഭരദ്വാജൻ വരുന്നുണ്ട്, പരാശരൻ വരുന്നുണ്ട്, വിശ്വാമിത്രൻ വരുന്നുണ്ട്. സകല മഹാത്മാക്കളും അല്ലെങ്കിൽ അതാത് ഗോത്രങ്ങളുടെ നേതാക്കന്മാരായിട്ട്. ഇവരൊന്നും ഒരാളല്ല കേട്ടോ. ഇതൊക്കെ ഓരോ ഗോത്രനാമങ്ങളാണ്. അതാത് ഗോത്രനാമത്തിൽ അതാത് കാലത്ത് ഉണ്ടായിരുന്ന ഋഷിമാരാണ് അവരൊക്കെ. അല്ലാണ്ട് വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഗാധിയുടെ പുത്രനായിട്ടുള്ള ഗായത്രിയുടെ ദ്രഷ്ടാവായിട്ടുള്ള വിശ്വാമിത്രനല്ല. വസിഷ്ഠൻ എന്ന് പറഞ്ഞ ഒരാളല്ല, അഗസ്ത്യൻ എന്ന് പറഞ്ഞ ഒരാളല്ല, അത്രി എന്ന് പറഞ്ഞ ഒരാൾ. അത്രിയുടെ അനസൂയുടെ ആശ്രമം നിന്ന സ്ഥലങ്ങളിൽ ഒന്നാ പൂന. ഏതോ ഒരു അത്രിയുടെ ഈ പൂനെയിലായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പൂന നഗരത്തിൻ്റെ ഒരു ആദ്യമ തുടക്കം വരുന്നത്. അങ്ങനെ രാമായണത്തിൽ ചിത്രകൂടം എന്നും പറഞ്ഞിട്ടുമുണ്ട്. വേറെ ആശ്രമങ്ങളൊക്കെ വരുന്നുണ്ട്. ദത്താത്രേയൻ ജനിച്ചതാ. ദത്താത്രേയൻ ഇന്ന് ദത്താത്രേയ ജയന്തിയാണോ? ഇന്നലെ അങ്ങനെ. അപ്പോൾ ഓരോ മഹർഷിമാരവിടെ വരുന്നു. അവരുടെ അടുത്തൊക്കെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മോക്ഷത്തിൻ്റെ മാർഗം, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മളൊക്കെ സാധാരണഗതിക്ക് തലയിൽ തോക്ക് വെച്ചിട്ട് ഇപ്പം വെടിപൊട്ടെന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കില്ല. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് തോക്ക് വെച്ച് കഴിഞ്ഞു, ഇപ്പം പൊട്ടും. അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത് മോക്ഷത്തിൻ്റെ മാർഗം എന്താണെന്ന് ഇവരോട് ചോദിക്കും. അപ്പോൾ അവരൊക്കെ ആ ചോദ്യത്തിന് അവരാൽ അറിയണ പോലുള്ള ഉത്തരം പറയാൻ ശ്രമിക്കാണ്ട് ഇത് പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് ശരിക്കും ആ രംഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സമയത്താണ് ശുഖപരബ്രഹ്മം അവിടേക്ക് എഴുന്നള്ളണത്. 16 വയസ്സ് പ്രായം. മരതകപ്പച്ചയുടെ നിറം കണ്ട കൃഷ്ണനെ പോലെ തന്നെ ഇരിക്കും, പൂർണ്ണ നഗ്നൻ. ചുറ്റും ആർപ്പ് വിളിച്ചിട്ട് കുട്ടികളും സ്ത്രീകളും മറ്റും മനുഷ്യരും ഒക്കെ ഉണ്ട്. സ്ത്രീകൾ ചിലർ ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകർഷകരായിട്ട്, കുട്ടികൾ ആർപ്പ് വിളിച്ചിട്ട്, ചിലർ കല്ലെറിയുണ്ട്, ചിലർ പൂമാലയിടുണ്ട്. അവധൂതനല്ലേ, ഭ്രാന്തനെ മാരിയാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വരവൊരു ഭയങ്കര രസമാണ്. അതിൻ്റെ ഒപ്പം ദേവന്മാരും വരുന്നുണ്ട്. ഈശ്വരങ്കൽ എല്ലാം ഉണ്ട്. ഈശ്വരന് ഗുണദോഷ വിചാരങ്ങളില്ല. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഒരു നദിയിൽ
ഒരു ദുഷ്ടനും ഒരു നല്ലവനും വെള്ളം കുടിക്കാൻ പോയി. നദി പറയാണ് ദുഷ്ടൻ്റെ അടുത്ത്, സ്റ്റോപ്പ്, നീ ദുഷ്ടനാണ്, നീ എൻ്റെ വെള്ളം കുടിക്കരുതെന്ന് പറയാറുണ്ടോ? നദി പറയില്ല. മനുഷ്യരാണ് ഭേദഭാവങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ പറയും ഭഗവാൻ എന്താ അതൊക്കെ കണ്ടിട്ടും ദുഷ്ടന്മാരെ വളർത്തുന്നത്. ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. അവനവൻ്റെ കർമ്മം പരിപക്വമാകുമ്പോൾ അവനവൻ അടി കിട്ടും, അവനവൻ്റെ കർമ്മം പരിപക്വമാകുമ്പോൾ അവനവന് നന്മയും സംഭവിക്കും. ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല, ഈശ്വരൻ നിശ്ചിന്തനാണ്, ഇതിലൊന്നും ബന്ധമില്ലാത്തവർ. അങ്ങനെ തന്നെ ഭഗവാൻ ഇരിക്കണം. അപ്പം ആ ശുഗമഹർഷിയുടെ വരവ് തന്നെ ഒരു കാഴ്ചയാണ്, അതിനെ തന്നെ വർണ്ണിക്കാം. ഒരു അവധൂതൻ എങ്ങനെ വരണോ അങ്ങനെ വരും. ആ അവധൂതൻ അവിടെ വരണു, അദ്ദേഹത്തിനെ എല്ലാവരും സ്വീകരിക്കണം. ഇങ്ങനെ തേജസ്സിൻ്റെ ഒരു സ്തംഭം വരണത് പോലെയാണ് വരണമെന്നാണ് പറഞ്ഞത്. ബ്രഹ്മാനന്ദത്തിൽ ഇങ്ങനെ മുഴുകി ശുഗൻ അവിടെ എഴുന്നള്ളും, എല്ലാവരും എഴുന്നേറ്റ് പരീക്ഷിത്തടക്കം നമസ്കരിക്കും. ആ സമയത്ത് ശുഗൻ്റെ ആ സൗന്ദര്യം കണ്ടിട്ട് കുറച്ച് നേരത്തേക്കെങ്കിലും സാക്ഷാൽ നാരായണൻ തന്നെ, കൃഷ്ണൻ തന്നെ അവിടെ എഴുന്നള്ളി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവരും വീണ് നമസ്കരിക്കും, സ്തുതിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ശുഗൻ ഇത് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഗുരുനാഥൻ ഇതാ എഴുന്നള്ളിയിരിക്കണമെന്ന് കരുതിയിട്ട് മറ്റ് ഋഷിമാർ പിന്നെ മിണ്ടാണ്ടിരിക്കും. അവരാരും ഒരഭിപ്രായവും പറയാൻ പോയില്ല. നമ്മുടെ ആണെങ്കിൽ അങ്ങനെയല്ല, എത്ര വലിയ ആളിരിക്കണമെങ്കിൽ എനിക്ക് 2 കാര്യം അറിയാമെന്നറിയാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ അവിടെ ഒരു കുഴപ്പമുണ്ടാകും. നമ്മൾ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള സത്സംഗങ്ങൾക്ക് വന്നിരിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ എന്നെ ഒബ്സർവ് ചെയ്ത് പഠിച്ചൊരു കാര്യമാണ്, നമ്മുടെ തലയിൽ ഈ മുമ്പ് പറഞ്ഞ ഒരാളുടെ, മുമ്പ് വായിച്ച ഒരാളുടെ ഒരു റീൽ ഓടിക്കൊണ്ടിരിക്കും. അത് ഇയാൾ പറഞ്ഞത് ഇങ്ങനെ, അയാൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പിന്നെ നമ്മൾ പലരും ചില ഗുരുക്കന്മാരുടെയൊക്കെ ഫാൻസായിരിക്കും. അതുകൊണ്ട് ആ ഫാൻസിന് വേറൊരാൾ വന്നിട്ട് ഇത് മാറ്റി പറയുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിനെ കൂവുന്ന മറ്റേ ഫാനിൻ്റെ അതേ അവസ്ഥയാണ്. ഫാൻസിന് ഒരിക്കലും സത്യം കണ്ടെത്താൻ സാധിക്കില്ല. നമ്മളിൽ ഇന്ന് 99% പേരും ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൻ്റെ ഫാൻസായിട്ട് അതപ്പതിച്ച് കഴിയും. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ഈശ്വരതത്വത്തിലേക്ക് ആരും എത്തുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇതിരുന്നിങ്ങനെ കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇത് കിട്ടും. ഒരിക്കലും കിട്ടില്ല. അതിൻ്റെ അകത്തുനിന്നുള്ളത് വലിച്ച അകത്ത് കൊണ്ടുവരാണ്ട് ഇത് കിട്ടില്ല. ഒരു നല്ല എന്താ പറയുക, വിറ്റമിൻ്റെ ടോണിക് എടുത്തിട്ട് മുന്നിൽ വെച്ചിട്ട് ദിവസം അതിനെ നോക്കുക, ലേബൽ വായിക്കുക, ദിവസം നോക്കുക, ലേബൽ വായിക്കുക, നിങ്ങൾക്ക് വല്ല ഗുണവും കിട്ടുമോ? കിട്ടില്ല. അതെടുത്ത് കുടിക്കണം, 1 ഔൺസെങ്കിലും കുടിക്കണം. അത് കുടിച്ച് അത് ദഹിക്കണം, ശരീരത്തിൽ പിടിക്കണം. ഈ പ്രോസസ്സൊക്കെ ഇതിനൊക്കെയുണ്ട്, ഈ ഗ്രന്ഥങ്ങൾക്ക്, ഈ മഹാഗ്രന്ഥങ്ങൾക്കൊക്കെ ഉണ്ടത്. അപ്പം പരീക്ഷിത്ത് അവസരം കിട്ടിയപ്പോൾ ഇത്ര മഹാത്മാവായിട്ടൊരാൾ വന്നിട്ട് 2 ചോദ്യം ചോദിച്ച്, എന്താണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള കടമ, പ്രത്യേകിച്ച് മരിക്കാൻ പോണ ഒരാൾക്ക്? നമ്മളാണെങ്കിൽ അത് ചോദിക്കുമ്പോൾ തൊണ്ടേ കിടന്നിട്ട് അല്ലേ, മരിക്കാൻ പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലത്തെ വിഷമം. പരീക്ഷിത്ത് അങ്ങനെയൊന്നുമല്ല ചോദിച്ചു, നിശ്ചിന്തനായി നിർവികാരനായിട്ടാണ് ചോദിക്കണം. മരിക്കാൻ പോണ ഒരാളുടെ, പ്രത്യേകിച്ചും മരിക്കാൻ പോണ ഒരാളുടെ കടമ എന്താ, എന്താണ് കേൾക്കേണ്ടത്, എന്താണ് ജപിക്കേണ്ടത്, എന്താണ് ഓർക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്, മുക്തി ലഭിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. പരീക്ഷിത്ത് 7 ദിവസം കൊണ്ട് മരിക്കാൻ പോകണോണ്ട് ചോദിക്കണമെന്ന് നമ്മൾ കരുതരുത്. നമ്മളെമാതിരി എക്സ്പയറി ഡേറ്റ് എന്നാണെന്ന് അറിയാത്തവർക്കും ഇങ്ങനെ ഇരുന്ന് തന്നെ ജീവൻ മുക്തനാവാം. നമുക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിച്ച് തന്നെ ജീവൻ മുക്തനാവാൻ സാധിക്കും. ജീവൻ മുക്തനാവാൻ പറഞ്ഞാൽ ശരീരം വിടുക എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. ഭഗവാനിൽ ഉറച്ചു നിൽക്കുക, ഭഗവാന്റെ സ്വരൂപം തന്നെ നമ്മളെന്നുള്ള ബോധ്യത്തിൽ ഇരുന്ന് ലൗകിക വ്യാപാരത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ജീവൻ മുക്തി. അല്ലാണ്ട് മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം വിടുക എന്നല്ല അർത്ഥം. നമ്മൾക്ക് പേടിയാണ്, അറം പറ്റുമോ അല്ലേ? ശിവൻ്റെ അടുത്ത് പോയിട്ട്, ഒറ്റയ്ക്കിരിക്കുന്ന ശിവൻ, അമ്മയില്ലാത്ത ശിവൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, കേൾക്കണവർക്കറിയാം, ഭഗവാനെ എനിക്ക് ആകെ ദുരിതമാണ്, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തിനാ കുട്ടി കഷ്ടപ്പെടങ്ങോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത്, അതുകൊണ്ടാണ് ഈ ശിവലിംഗം വീട്ടിൽ വെച്ച് പൂജിക്കണമൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ള കഥ ഉണ്ടാവാനുള്ള കാരണം അതാണ്. കാരണം എന്ന് വെച്ചാൽ മൂപ്പർക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്തിനാ, വൈ ആർ യു സ്ട്രഗ്ലിങ്, യു കം ഹിയർ, കം ബാക്ക്, സ്രോതസ്സിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കും. ആത്മാവിനെ എടുക്കുക ചെയ്യുക മഹാദേവൻ, ആത്മാവിനെ എടുക്കും. ഇതേ സ്വഭാവമുള്ള ഒരാളുണ്ട്, ഒരാളല്ല 2 പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, ഒരാൾ ഇവിടെ അകത്തിരിക്കുന്നുണ്ട്, ഒരാളെ മുരുകൻ എന്ന് പറയും. ഇതേ സ്വഭാവമുള്ള 2 പേര്, അച്ഛൻ്റെ തനി സ്വഭാവമുള്ള 2 ആൺമക്കളാണ്. അപ്പം അത് വേറെ വിഷയമാണ്. അപ്പം എന്താണ് ജപിക്കേണ്ടത്, അപ്പോൾ ധൈര്യം വേണം. എന്തിന് നമ്മൾ ഈ നമസ്കരിക്കുന്നതിൽ പോലും നമുക്ക് ആത്മാർത്ഥയില്ല. ശരിക്കും നമസ്കരിക്കണം എന്തിനാ അറിയോ? ദാ എൻ്റെ ശരീരം ഇതെടുത്തോന്നാ. ഈ ധൈര്യത്തോടെ നമസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. രണ്ടാമത്തെ അടുത്ത കൊടുക്കുക. ഇനി പ്രശ്നം ഉണ്ടാക്കി തരാൻ, അതിനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പ്രധാന പരിപാടി തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാ.
അനുഗ്രഹം എന്നുള്ള വാക്ക് അനുഗ്രഹിച്ചാൽ അതാക്കി മാറ്റുക, ഇങ്ങോട്ട് എടുക്കുക. അതുകൊണ്ട് ഇനിമേലിൽ പറയുമോ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാന്, ഇങ്ങനെ പ്രയാസം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ് പറയുമ്പോൾ അതിനുള്ള ധൈര്യം വരും. അവനവൻ്റെ മരണത്തിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുക എന്നുള്ള ശരത്ത് ഇവിടെ നെഗറ്റീവ് അല്ല പറഞ്ഞത്, ശരത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞത് മനസ്സിലാക്കണം. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. കാരണം ഇത് അഭിമുഖീകരിക്കണവന് എന്തിനാ ലോകത്തിന് പേടി? ഒരു വസ്തുവിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അമൃതസ്യ പുത്ര എന്ന് ഭഗവാൻ അർജുൻ്റെ മഹത്വമൊക്കെയാണ് വിളിച്ചത്. അമൃതത്തിൻ്റെ പുത്ര, നിന്റെ ശരീരം നശിക്കണില്ല, നീ യുദ്ധം ചെയ്യുന്നു. ആത്മാവ് അനശ്വരാണ്. അടിച്ചുറപ്പിച്ച് പാവം തൊണ്ടയിലെ വെള്ളം പറ്റിച്ച് പറഞ്ഞു, ഇവിടെ ഗീതാ ക്ലാസ്സും കോമ്പറ്റീഷനും നടത്തിയിട്ട് നേരം കളയണം, ഒന്നും അകത്തേക്ക് എടുത്തിട്ടില്ല. സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കും. എനിക്ക് ഗീതയിൽ സർട്ടിഫിക്കറ്റ് കിട്ടി. എൻ്റെ അമ്മ പറയും, അമ്മ 1ാം ക്ലാസ്സിൽ ശ്രീരാമശാസ്ത്രത്തിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് 18 അധ്യായം കാണാപ്പാടാം. അമ്മ എന്നിട്ട് ഇപ്പം പറയും, 18 അധ്യായം കാണാപ്പാടം പഠിച്ചു, വല്ല കാര്യമുണ്ടോ? ഒന്നും ജീവിതത്തിൽ പകർത്തിയില്ല, ഇപ്പോൾ ഒക്കെ മറന്നും പോയി. അമ്മ പറഞ്ഞ സത്യമാണ്. ഞാൻ എപ്പോഴും പറയും, അമ്മ പറഞ്ഞാണ് ഏറ്റവും വലിയ സത്യം. കാണാപ്പാടം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഗീതയിൽ ഒരു ശ്ലോകം പോലും അറിയണ്ട, ഭാഗവതത്തിൽ ഒരു ശ്ലോകം പോലും അറിയണ്ട, ഇത് പകർത്തിയം. ഇതിൽ അനവധി പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ്. പക്ഷെ നമ്മൾക്ക് അതിലേക്കൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പരീക്ഷിത്ത് എന്ന് പറയുന്ന ആ ഉത്തമനായിട്ടുള്ള അന്വേഷിയെ ആത്മാന്വേഷിയെ നമുക്കൊന്ന് നോക്കാം. പരീക്ഷിത്ത് നമ്മളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യണം. നമ്മൾ പരീക്ഷിത്തായിത്തീരണം. പരീക്ഷിത്താവുക എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ പിടിച്ചു കയറ്റണ അധ്യായമാണ്. നമ്മൾ ഓരോരുത്തരും പരീക്ഷിത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, മള്ളിയൂർ സമ്പ്രദായത്തിലൊക്കെ പണ്ട് പലകയിട്ടിരുന്നിട്ട് കേൾക്കാൻ ഒരാളുണ്ടാവും വ്രതം പിടിച്ചിട്ട്. അദ്ദേഹം വ്രതമായിരിക്കും, മുളയുണ്ടാവും, ദന്തുകാരിക്ക് ഇരിക്കണ്ടേ. ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ക്ഷേത്രാങ്കണത്തിൽ നമ്മൾ ഇത്രയും പേര് മാത്രമാണ് ഇത് കേൾക്കണതെന്ന്? ആ ബോധം വേണം. ഇവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയായിരിക്കും, നമുക്കറിയില്ല, നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അത്രയും പേര് നിന്നിട്ടാണ് കേൾക്കുന്നുണ്ടാവുക. രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർ, ഭഗവാന്റെ പാർഷദന്മാർ അനവധി പേരുണ്ടാവും. അപ്പോൾ പരീക്ഷിത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ ഐഡിയൽ സീക്കറാണ്. ആ ഐഡിയൽ സീക്കറിന് വേണ്ടത് എന്താ? വിനയം, വൈരാഗ്യം, അതിനെ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്നമാതിരി വേണമെന്ന് ആഗ്രഹിക്കാണ്ടിരിക്കണം. പിന്നെ പരമമായിട്ടുള്ള സത്യത്തിനെ, ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സത്യം പരം ധീമഹി എന്നുള്ളതിനെ അന്വർത്ഥമാക്കാൻ വണ്ണം ചോദ്യങ്ങൾ ഉണ്ടാവണം. നല്ല നല്ല ചോദ്യം ചോദിക്കണം. കുടുക്ക് ചോദ്യമല്ല, ഈ വെറുതെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കില്ല, നല്ല നല്ല ചോദ്യങ്ങൾ. ആ ചോദ്യം കൊണ്ട് തനിക്ക് മാത്രമല്ല, ഇനി വരാണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ജനിക്കാൻ പോകുന്ന എത്രയോ തലമുറകൾക്ക് ഗുണമുണ്ടാവുന്ന ചോദ്യങ്ങളുടെ പരീക്ഷത്തിൽ ചോദിച്ചത്. നമുക്കൊക്കെ ഗുണമുണ്ടാവണം ചോദ്യങ്ങൾ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരണത്തിനെ അദ്ദേഹത്തിനെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളാരും നമ്മുടെ മരണത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ മരണത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന നിമിഷം നമ്മൾ അന്വേഷകനായി. പണ്ട് ഞാൻ മമ്മിയൂർ അതിരുദ്രത്തിൻ്റെ അവിടെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, മരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം പറഞ്ഞപ്പോൾ അവിടെ എന്നെ എത്രയോ കാലമായിട്ടാണ് അമ്മ ശരത്തെ തോന്നിയവാസം പറയുക. ഇതിലിരുന്നിട്ട് മരിക്കാൻ വേണ്ടി മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊക്കെ 10-70 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. മരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരം എപ്പോൾ വേണമെങ്കിലും പോവാം. ഈ ശരീരം പോയാലും നമ്മൾ നിലനിൽക്കും. ആ ബോധ്യം ഇരിക്കുക, ഈ ശരീരം ഇരിക്കുക നേടേണ്ടത് നേടിയിരിക്കണം. ദേവന്മാർ പോലും പുണ്യം അനുഭവിക്കാൻ വേണ്ടി എടുത്ത ശരീരമാണ്. അവർക്ക് മോക്ഷം കിട്ടില്ല. അവർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. അസുരനും മനുഷ്യനായിട്ട് ജനിക്കണം. മനുഷ്യൻ മാത്രമാണ് ഭഗവാനിലേക്കുള്ള കവാടം. മനുഷ്യ ശരീരം കിട്ടാതെ കണക്കില്ല. ഇതുള്ളപ്പോൾ ഇതിൻ്റെ വില അറിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരണ ദിവസങ്ങളിൽ ഞാൻ പറയുന്നത്, പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അത് വരും. ഇതുള്ളപ്പോൾ നമുക്ക് കുളിക്കാണ്ട് കയറി വരാം, ആൾക്കാരെ പറ്റിക്കാം, ഭക്തനാണെന്ന് നടിക്കാം, പല കപടതരങ്ങൾ കാണിക്കാം, ഇവിടെ എന്തും കാണിക്കാം, ഇതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി കിടക്കാം, എന്തും ചെയ്യാം. പക്ഷെ ഇത് പോയാൽ ഏഴയലത്ത് കയറാൻ സമ്മതിക്കില്ല ഭഗവാന്റെ പാർഷദന്മാർ. നമ്മളെന്താണെന്ന് അവർക്കറിയും. ശരീരമുള്ളപ്പോൾ അവർ തടയില്ല. മനുഷ്യ ശരീരം ഒരു ചാൻസാണ്, പ്രോബബ്ലി ഇത് ഓൺലി ചാൻസ്. അത് തന്നെ 5 തരത്തിൽ കിട്ടുന്നുണ്ട്. വിജ്ഞാന ഭൈരവ തന്ത്രത്തിൽ പറഞ്ഞ മാതിരി 84 ലക്ഷം ഗർഭപാത്രം കടന്നിട്ടാ ഉമേ ആദ്യം ഒരു ജന്മം ഉണ്ടാവണമെന്ന് മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നു. 84 ലക്ഷം തരം ജീവിജാലങ്ങളിൽ കൂടെ കടന്നുപോയിട്ടാണ് അത്ര ആദ്യമായിട്ട് ഒരു അമ്മയുടെ വയറ്റ് മനുഷ്യനായിട്ട് ജനിക്കുന്നത്. അതാണ് അത്ര 1ാമത്തെ ടൈപ്പ് മനുഷ്യന്മാർ. പിന്നെ ഇതിൽ തന്നെ ജനിച്ച് നന്നാക്കുകയോ ചെയ്തതിന് ശേഷം താഴെ പോവുകയോ മുകളിൽ പോവുകയോ ചെയ്തിട്ട് പിന്നെയും വന്ന് ജനിക്കുന്നത് 2ാമത്തത്.
മൂന്നാമതൊരു തരം ജന്മം ദേവാദികളൊക്കെ ആയിട്ട് മാറിയതിന് ശേഷം വന്നിട്ട് ജനിക്കുക. നാലാമതൊരു ജന്മം ഋഷിമാർ ജീവൻ മുക്തരായതിന് ശേഷം അവർക്ക് തോന്നുകയാണ് ജനങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കണം, ഞങ്ങൾക്കൊന്നും വേണ്ട, അതിനു വേണ്ടി വന്ന് ജനിക്കുക. ശ്രീരാമകൃഷ്ണദേവനെയൊക്കെ പോലുള്ള ജന്മങ്ങൾ അവർ ഭൂമിയിൽ വന്ന് ജനിച്ച് ഇവിടെ പരിവർത്തനം വരുത്തിയതിന് ശേഷം അവർ തിരിച്ചു പോകും. ഇപ്പോൾ ശുഗമഹർഷി അങ്ങനെ ഒരാളാണ്. ശുഗമഹർഷിക്ക് ജനിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ജനിച്ചത് നമുക്ക് ഇതൊക്കെ തരാൻ വേണ്ടി മാത്രമാണ്. ഇനി അഞ്ചാമതൊരു ജന്മമുണ്ട്, അത് സാക്ഷാൽ ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അതിനെയാണ് നമ്മൾ അവതാരം. താരമണ്ഡലത്തിൽ നിന്ന്, നക്ഷത്രമണ്ഡലത്തിൽ നിന്ന് ഭഗവാൻ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം എടുത്തിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജനിക്കുന്നത്. ഇങ്ങനെ 5 തരം മനുഷ്യജന്മങ്ങളാണ്. ഇതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും കാറ്റഗറിയിലാണ് നമ്മുടെ കളിയൊക്കെ. മൂന്നാമത്തെയും ഉണ്ടെന്ന് പറയാം, ചില ദേവന്മാരൊക്കെ ജനിക്കുന്നുണ്ട്. അങ്ങനെ ആ കളിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് തരം ജന്മമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ആദ്യത്തെ 3 തരത്തിലും നമുക്ക് നമ്മളെ പ്രസവിക്കേണ്ട അമ്മയോ നമുക്ക് ജന്മം തരേണ്ട അച്ഛനെയോ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. നമ്മളൊക്കെ ആ കാറ്റഗറിയിലായിരിക്കും. പക്ഷെ 4ാമത്തെ കാറ്റഗറി തൊട്ടിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എവിടെ പോയി ജനിക്കണം, ആരുടെ മകനായി ജനിക്കണം, അല്ലെങ്കിൽ ആരുടെ മകളായി ജനിക്കണം, ഏത് കാറ്റഗറിയിൽ ജീവിക്കണം, സമ്പത്തുള്ള വീട്ടിൽ ജനിക്കണോ അതോ ദാരിദ്ര്യമുള്ള വീട്ടിൽ, ഇതൊക്കെ ചൂസ് ചെയ്ത് വരാൻ സാധിക്കും ഭഗവാന്. പിന്നെ നിശ്ചയമായിട്ട് മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ ലിസ്റ്റിൽ മരണം അടക്കം സകലതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വയം ജനിക്കാനുള്ളത് മാത്രമേ അവനവൻ്റെ കർമ്മത്തിലില്ലാത്തുള്ളൂ. അവനവനെ കൊല്ലുന്നത് കർമ്മമാണ്, ദുഷ്കർമ്മമാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ ഏറ്റവും വലിയ പാപമായിട്ട് മാറിയത്. കാരണം രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ട് അതിനെ നശിപ്പിക്കുന്നു. 120 വർഷത്തെ ആയുസ്സുണ്ടെന്ന് വിചാരിക്കുക, ആർക്കും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഇപ്പോഴത്തെ കാലത്ത് ഇല്ല. ഭഗവാനൊക്കെ ആ കാലത്ത് 126 വയസ്സ് വരെ ഭഗവാൻ ജീവിച്ച്. ഇത്ര ശ്വാസം എന്ന് കണക്കുണ്ട് നമുക്ക്. അതിന് മുന്നേ നമ്മളായിട്ട് അവസാനിപ്പിച്ചാൽ ആ ശ്വാസകാലത്തിനുള്ള ഇവിടെ അലയണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പഴയ കാലത്ത് ഇത്തരം മാർഗങ്ങളിലേക്ക് ആൾക്കാർ ഇറങ്ങിച്ചെന്നിരുന്നത്. അപ്പോൾ ഉത്തമനായിട്ടുള്ള ഒരു ശിഷ്യനാവാൻ പരീക്ഷത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് നമ്മൾ ഉണ്ടാക്കണം. വിനയം ഉണ്ടാക്കണം, അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കലി സമർപ്പണ ബുദ്ധി വരും. വിനയം ഉണ്ടെങ്കിൽ സമർപ്പണം വന്നു. രണ്ടാമത്തത് വരേണ്ടത് വൈരാഗ്യം, വിരാഗത. ഇനിയൊന്നും എനിക്ക് ഇങ്ങനെ വേണമെന്നില്ല, എന്ത് വരുന്നോ അത് സ്വീകരിക്കുക. ആ കിട്ടിയ അതിൽ നിന്നുള്ള അനുഭവത്തെയും ഭഗവാന് കൊടുക്കുക, ഭഗവത് അർപ്പണമായിട്ട് ചെയ്യാം. നാരായണാർപ്പണം 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 പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും അപമാനിച്ചോ അതും കൊടുക്കുക, സന്തോഷിപ്പിച്ചോ അതും കൊടുക്കുക. ഒന്നും വെക്കാതിരിക്കുക, പൊള്ളയായിട്ടുള്ള ഓടക്കൊള്ളാവണം. അപ്പോഴേ മൂപ്പർ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുള്ളൂ നമ്മളെ. അതിൻ്റെ അകത്തൊരു തട്ടും തടവും ഒന്നും പാടില്ല, ഒരു എച്ചിലും പാടില്ല പാത്രത്തിൽ. നമ്മൾ കഴിഞ്ഞ തവണ കേട്ട ഡിസ്കോഴ്സിൻ്റെ എച്ചിൽ വെച്ചിട്ടാണ് പുതിയ ഡിസ്കോഴ്സിന് കൊണ്ടേ ഭഗവാന്റെ മുന്നിൽ വെച്ച് കൊടുക്കണം. കഴുകി വൃത്തിയായി. നമ്മളാരെങ്കിലും ഇന്നലെ രാത്രി ഊണ് കഴിച്ച പ്ലേറ്റിൽ വീണ്ടും എടുത്ത് പിറ്റേ ദിവസം രാവിലെ കഴിക്കുമോ? കഴിക്കില്ല. എന്തുകൊണ്ട്? ആധ്യാത്മികതയെ മാത്രം ഇത് ചെയ്യണു, കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഭഗവാൻ നല്ല പാൽപ്പായസം വിളമ്പിത്തിന് വരും. അപ്പോൾ അത് എച്ചിലാവാതെ സ്വീകരിക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു പരീക്ഷത്തിന്. മൂന്നാമത് നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. അവനവന് വേണ്ടിയിട്ടല്ല, ആ ചോദ്യം ചോദിക്കുന്ന പോലും മരിക്കാൻ പോകണം, എന്തായാലും മരിക്കുന്നതിന് മുമ്പ് 10 പേര് അറിഞ്ഞോട്ടെ, എനിക്ക് നല്ല വിവരമുണ്ട്, അങ്ങനെയെങ്കിലും ഒരു റെക്കഗ്നീഷൻ കിട്ടിയിട്ട് ഋഷിമാരുടെയൊക്കെ ഒരു ഇയാൾ വെറും രാജാവ് മാത്രമായിരുന്നില്ല, ഇയാൾക്ക് കുറച്ച് സെൻസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഈ ഭാഗവതമൊക്കെ പറഞ്ഞതിൻ്റെ അവിടെ വന്നിട്ട് അവർക്ക് അറിയണ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ വന്നിട്ട് ആദ്യം ഒന്ന് പ്രസംഗിക്കും. പറഞ്ഞൊക്കെ പലതും അബദ്ധമായിരിക്കും, അസൽ അബദ്ധം. എന്നാലും അതങ്ങോട്ട് ആ പറയണ കോൺഫിഡൻസിനെ ഞാൻ തൊഴും. അവർ പറഞ്ഞൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് അബദ്ധം പറഞ്ഞതിലും കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിനെ നമ്മൾ ഭഗവാനായി കണ്ടു തൊഴുക. കാരണം അതെങ്കിലും ഉണ്ടായല്ലോ ആ വ്യക്തിക്ക്. അങ്ങനെ ഇവിടെ അതല്ല, ഇവിടെ അറിവിൻ്റെ കോൺഫിഡൻസാണ്. അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അത് അദ്ദേഹം നമുക്ക് വേണ്ടി. ഇപ്പോൾ ശൗനകൻ എന്തിനാണ് സൂതൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞു, നമുക്കറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ ചോദ്യങ്ങൾ ഇതൊന്നും നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ അവസാനത്തെ അധ്യായത്തിൽ നമ്മളൊരു കാര്യം പഠിക്കാനുണ്ട്. 1ാമത്തെ സ്കന്ധത്തിൽ 4 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് അതിൽ പഠിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ പര്യവസാനം, ഈ ജീവിതത്തിൻ്റെ പര്യവസാനം, അതായത് ഈ ഡ്രസ്സ് മാറുക, ഈ ഡ്രസ്സ് മാറണതിൻ്റെ പര്യവസാനം. നമ്മൾ സാധാരണ ഡ്രസ്സ് ഇടാനുള്ള പ്രിപ്പറേഷൻ ഡ്രസ്സ് മാറാൻ കൊടുക്കാറില്ല, ഉണ്ടോ? അണിഞ്ഞൊരുങ്ങും, അണിഞ്ഞത് അഴിച്ച് കളയണത് വളരെ എളുപ്പത്തിലാണ് കളയുക, അല്ലേ? അതൊക്കെ ചുരുട്ടി കുടിക്കും പറയും. ആ ലാഘവത്വം എന്തുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുമ്പോൾ കാണിക്കുന്നില്ല? എന്തൊരു കഷ്ടം, ഇത് അഴിക്കണ്ടേ, അഴിക്കുന്നില്ല. അഴിക്കാൻ ഭയങ്കര വിഷമാണ് നമുക്ക്. അതുകൊണ്ട് ആ ജീവിതത്തിൻ്റെ അവസാനത്തിനെ എങ്ങനെ സമർപ്പണത്തോട് കൂടിയിട്ട് പരീക്ഷത്തിനോട് പോലെ നമുക്ക് അവൈലബിളായിട്ട് എത്ര സമയമുണ്ടെന്ന് നമുക്കറിയില്ല.
ആ സമയത്തിനെ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണമെന്നുള്ളത് ദാറ്റ്സ് വാട്ട് ട്രൂലി മാറ്റേഴ്സ്. ഉള്ള സമയം ഗഡ്വാങ്ങിന് വെറും ഒരു മുഹൂർത്തം കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? 48 മിനിറ്റ്. ചേലപ്പറമ്പൻ്റെ ശ്ലോകം തന്നെയില്ലേ, അദ്ധാർത്ഥേന ഹരിം പ്രസന്നമകരോ ദൗത്താനപാദിശിശു എന്ന് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം. ചേലപ്പറമ്പ് എമ്പൂരിൻ്റെ കഥ അറിയോ? ഗുരുവായൂരപ്പൻ്റെ പ്രധാന ഭക്തന്മാരിൽ ഒരാളായിരുന്നു ചേലപ്പറമ്പൻ. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ചേലപ്പറമ്പ് നമ്പൂതിരി എവിടെയാണ് ജീവിച്ചിരുന്നതെന്നുള്ളത് അന്വേഷിച്ച് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും എവിടെയാണ് ഉള്ളതെന്ന് ഈ കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് എനിക്ക് വില്ലുമംഗലം ട്രസ്റ്റിലെ ഗോപിയേട്ടൻ അത് കണ്ടുപിടിച്ച് പറഞ്ഞു തന്നത്. ഞാൻ കുറച്ച് കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ചേലപ്പറമ്പ് എവിടെയാണ് താമസിച്ചിരുന്നത്. ചേലപ്പറമ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 90 വയസ്സാണ്, 92 വയസ്സോറ്റുണ്ട്. അദ്ദേഹത്തിന് സ്ത്രീ വിഷയം വളരെ കുഴപ്പമായി. മഹാഭക്തനായിരുന്നു, പക്ഷേ ശരീര സൗഖ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തും ചെയ്യും. 90 വയസ്സായിട്ടും അദ്ദേഹത്തിന് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അദ്ദേഹം കറങ്ങി നടക്കുന്ന കാലത്ത് ഒരു ദിവസം നമ്മുടെ കുന്നിക്കുരുവിൻ്റെ ആ പ്രദേശത്ത് 18 വയസ്സുള്ളൊരു സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി അടിച്ചു കളിക്കണം കണ്ടു. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കഥയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കി പറയണം. നോക്കൂ ഭഗവാൻ വർക്ക് ചെയ്യണത് എങ്ങനെയാണ്. അവളെ കണ്ടപ്പോൾ മോഹായി. അപ്പോൾ അവൾ കടാക്ഷവും കണ്ണൊക്കെ ആയിട്ട് മെല്ലെ വിളിച്ച് ആ അയ്യപ്പൻ്റെ അവിടെ അങ്ങോട്ട് കടന്നുപോയി. ഇദ്ദേഹം അവളുടെ പുറകെ പോയി. അദ്ദേഹത്തിൻ്റെ അടുത്തു കൂടെ അവൾ പോയത്. ആ പോയ പോക്കിൽ തന്നെ ആ സുഗന്ധമൊക്കെ അടിച്ച് മയങ്ങി എന്നാണ് പറഞ്ഞത്. പുറകെ പോയിട്ട് തിടപ്പള്ളി ഉണ്ട് അകത്തേക്ക്, നമ്മളാ പായസം ഇങ്ങനെ ഇറക്കി കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ, ആ തിടപ്പള്ളിയുടെ അവിടേക്ക് കയറിപ്പോയോ. നമ്പൂതിരി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കയറാം. അദ്ദേഹം ആ തിടപ്പള്ളിയുടെ അവിടേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി ഒന്ന് നിൽക്കാം. അത് നിന്നപ്പോൾ അകത്ത് ഈ വാതിലിൻ്റെ ഇടയിൽ ആരോ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൂടെ ഇങ്ങനെ കാണാൻ പറയാം. നോക്കുമ്പോൾ ഇങ്ങനെ മരതകത്തിൻ്റെ പോലുള്ളൊരു നിറം ഇങ്ങനെ കാണാം. ഒരാളുടെ ശരീരം അവിടെ ഉണ്ട്, മരതകക്കല്ല് പോലെ പ്രഭ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാമെന്നാണ്. സംശയമായി ആരാ നിൽക്കണേ. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ചേലപ്പറമ്പ അവളാ അടുപ്പ് കല്ലിൻ്റെ പുറകിലുണ്ട്, ഇന്നൊക്കിവിടെ അശുദ്ധിയില്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചോളാന്ന് പറഞ്ഞു. അത് നെഞ്ചത്ത് കഠാര കുത്തിയ പോലെ അദ്ദേഹത്തിന് ഭഗവാൻ കളിയാക്കണം. നെഞ്ചത്ത് കഠാര കുത്തിയ പോലെ ഒന്നും വേണ്ടിയില്ല. അങ്ങനെ ഇറങ്ങി നടന്ന് തിരിച്ച് കോടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ചെല്ലിയ ശ്ലോകമാണ് യബ്ദാർദ്ദേന ഹരിം പ്രസന്നമകരോ ദൗത്താനപാദിശ്. 6 മാസം കൊണ്ട് ധ്രുവനും ഘട്ടുവാങ്കന് വെറും 48 മിനിറ്റ് കൊണ്ടും ഒക്കെ കൊടുത്ത ഗുരുവായൂരപ്പ എനിക്ക് നീ ഈ വരണ അരനാഴിക നേരം കൊണ്ട് മുക്തി തരാതിരിക്കുമോ എന്നാണ് ചോദിച്ചത്. അതും പറഞ്ഞിട്ട് അങ്ങോട്ട് നമസ്കരിച്ച് കിടന്നു, എണീച്ചില്ല. ഗുരുവായൂരപ്പനിൽ ലയിക്ക് ചെയ്തു ചേലപ്പറമ്പൻ. അതുപോലെ പരീക്ഷത്തിന് പോലെ 7 ദിവസം വേണ്ടി വന്നു. ആലോചിച്ച് നോക്കണം. അപ്പോൾ അതല്ലേ ഘട്ടുവാങ്കനെന്ന ധരണീധരന് ഹരിനാമകീർത്തനം. അപ്പോൾ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അവസാനത്തിന്, ശരീരത്തിൻ്റെ അവസാനത്തിന് ഭക്തിയോടുകൂടി സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് എപ്പോൾ വേണമെങ്കിലും തയ്യാറെടുക്കാം. ജനിച്ച് വീണ ഉടനെ തയ്യാറെടുത്ത് തുടങ്ങാം, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഉത്തമനായിട്ടുള്ളൊരു ഗുരുനാഥനെ കിട്ടാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഗുരു ശിഷ്യനെ പരീക്ഷിച്ച് കൊടുക്കണമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശിഷ്യൻ ഗുരുവിനെ പരീക്ഷിച്ച് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്ന് മഹാദേവൻ പറഞ്ഞിട്ടുണ്ട്. മഹാദേവൻ പറഞ്ഞിട്ടുള്ളതാണ് ഗുരുവിനെ പരീക്ഷിച്ചേ ശിഷ്യൻ തിരഞ്ഞെടുക്കാവൂന്ന്. ഇതിന് പോയത് വലിയൊരു ഡിക്റ്റം നമുക്ക് വേറെ ആവശ്യമില്ല. ഗുരുക്കന്മാരുടെ ഗുരു സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ നമ്മൾ പറയാം. സകല ഗുരുക്കന്മാരുടെയും ആദ്യ ഗുരുവായിട്ടാണ് മഹാദേവനെ പറഞ്ഞല്ലേ. പിന്നെ 3ാമത്തെ കാര്യം, പരീക്ഷത്തിനെ പോലെ അർത്ഥവത്തായ ചോദ്യങ്ങൾ ചോദിക്കുക. അത് അവനവന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും ചോദിക്കുക. നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മുടെ കലർപ്പുള്ള ബുദ്ധി വെച്ചിട്ടല്ല അത് ചോദിക്കേണ്ടത്. അടിസ്ഥാനമായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാതെ ആയതോടെയാണ് ഇന്ന് നമ്മുടെ തലമുറ നമുക്ക് ശേഷമുള്ള തലമുറയ്ക്ക് ഒന്നും അറിയാതായത്. അടിസ്ഥാന തത്വം അറിയില്ല. ഇന്ന് പൊളിറ്റിക്കൽ ഹിന്ദുയിസം എന്ന് പറയുന്നതിൽ പോലും ഫണ്ടമെൻ്റൽസ് അറിയണവരെ കാണാനില്ല. അതുകൊണ്ടാണ് ഉത്തരം പറയാൻ പറ്റാത്തത് ആർക്കും. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കേ അറിയില്ല. അപ്പം നമുക്ക് മുമ്പുണ്ടായിരുന്ന 2 തലമുറ, പ്രത്യേകിച്ച് ഫസ്റ്റ് വേൾഡ് വാർ വരെ കടമകളെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. ഒരു 1918 വരെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം പറയുക. അതിനുശേഷമാണ് ജോലിക്ക് ജീവിതത്തിന് വേണ്ടിയിട്ട് മലയാളി പുറത്തേക്ക് പോയി തുടങ്ങുന്നത് 1ാം ലോകമഹായുദ്ധം കഴിഞ്ഞോടുകൂടിയിട്ടുണ്ട്. ഏകദേശം അതിന് മിഡോടുകൂടി തുടങ്ങി പട്ടാളത്തിൽ ചേരൽ. അങ്ങനെയാണ് പുറത്തേക്ക് വന്ന് തുടങ്ങണം. നമ്മുടെ ഈ എക്സോഡസ് തുടങ്ങണം. നമ്മുടെ ഇന്നത്തെ ഈ പ്രവാസി സമൂഹങ്ങളൊക്കെ, നിങ്ങളും പ്രവാസികൾ തന്നെയാണ് ശരിക്കും. ഞാനും പ്രവാസിയായിരുന്നു എത്രയോ കാലം. അപ്പോൾ എനിക്കിത് അറിയാം, ഇതിൻ്റെ സൈക്കോളജി. നമ്മളാണ് നമ്മുടെ കൾച്ചറിനെ പുറത്ത് കൊണ്ടുപോയി നിലനിർത്തണം. നാട്ടിലല്ല ഇത് നിലനിൽക്കുന്നത്, ഇവിടെയാണ് നിലനിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇന്നലെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, മുകളിൽ നിന്നിട്ട് രാത്രി നടയടക്കുന്ന സമയത്ത് നിങ്ങൾ ചെല്ലുന്ന കീർത്തനങ്ങളിൽ പകുതിയും നാട്ടിലെ സ്ത്രീകൾക്കറിയില്ല, അവർക്കറിയില്ല. അതുപോലെ അപ്പം നമ്മുടെ
യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ പുറത്തു വന്നപ്പോൾ അവിടെ അവശേഷിച്ചവർ കടമകളെക്കുറിച്ച് സംസാരിക്കാതെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ തുടങ്ങി. ദേ ഫോർഗോട്ട് റെസ്പോൺസിബിലിറ്റീസ് ബട്ട് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് റൈറ്റ്സ്. പിന്നെ റൈറ്റ്സ് ഇന്ന് റൈറ്റ്സിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കഷൻ, റെസ്പോൺസിബിലിറ്റി ഇല്ല. വാസ്തവത്തിൽ മനുഷ്യന് ഒരു റൈറ്റേ ഉള്ളൂ, ബാക്കിയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒറ്റ റൈറ്റ് എന്താ അറിയോ? അവനവനിൽ അവനവനെ സാക്ഷാത്കരിക്കാൻ ഒരു അവകാശമുണ്ട്. ഭഗവാന്റെ സ്വരൂപത്തെ നമ്മളിൽ സാക്ഷാത്കരിക്കാൻ ഒരവകാശം നമുക്കുണ്ട്. അതിൻ്റെ മുകളിൽ വേറെ ഒരവകാശവും മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് ഭൂമണ്ഡലത്തിലില്ല. ഇല്ല. പ്രകൃതിയിൽ ജനാധിപത്യം ഇല്ല, കൺസെൻസസ് ഇല്ല, ഒന്നുമില്ല. ഞാൻ പല പ്രഭാഷണത്തിലും പറഞ്ഞു, ഞാൻ അനുഭവത്തിൽ പഠിച്ച, ഞാൻ നാഷണൽ ജോഗ്രാഫിക്കിന് വേണ്ടിയിട്ട് കെനിയയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പ്രകൃതിയിൽ ബലവാൻ ദുർബലിനെ കൊല്ലണു. രക്തം എവിടെ നോക്കിയാലും രക്തമാണ് നമ്മൾ കാണുന്നത്. എത്രയോ വേട്ടകൾ കാണുന്നു. ഈ വേട്ട കണ്ടിട്ട് ഇവിടെ ടി വിയും കണ്ടിട്ട് നാഷണൽ ജോഗ്രാഫിക് ചാനലും വെച്ച് ഡിസ്കവറിയും വെച്ചിട്ട് പോപ്കോൺ നിന്നിട്ടാണ് കാണുന്നത്. നമ്മളവിടെ നിന്നത് കണ്ടത് പകർത്തുമ്പോൾ ഇപ്പോൾ ക്യാമറ കൂടെ, ഞാൻ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ക്യാമറ കൂടെ നോക്കിയിട്ട് ഞാനിങ്ങനെ എന്നോട് ഞാൻ ടി വി കാണുകയാണ് പേടിച്ചിട്ട്. കാരണം ബ്ലഡാണ് കാണുന്നത്. പക്ഷെ അത് പിന്നീട് വന്ന് മനനം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, പ്രകൃതിക്ക് ദാക്ഷിണ്യമേ ഇല്ല. അവൾ കാളിയാണ്. ചില നേരങ്ങളിൽ അവൾ ദുർഗയാവും, ചില നേരങ്ങളിൽ ഉമയാവും. പക്ഷെ അവളുടെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞ ദർ ഇസ് നോ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയർ. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയ്മെൻ്റ് ഒന്നും പ്രകൃതിയിലില്ല. അതേപോലെ ഡെമോക്രസി ഇല്ല, കൺസെൻസസ് ഇല്ല, ഇതൊന്നും കാണില്ല പ്രകൃതിയിൽ. അതിൻ്റെ ഒരു വഴിയുണ്ട്. അതുകൊണ്ട് ബാക്കി നമ്മൾ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ളതൊക്കെ യുട്ടോപ്പിയനും പ്രകൃതി വിരുദ്ധമാണ് എല്ലാം. ഈ പ്രകൃതത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രകൃതിയിൽ ഇരിക്കാൻ തോന്നില്ല. അതാണ് ഒരു ബ്രഹ്മജ്ഞാനി ആവുന്നതിൻ്റെ ആദ്യത്തെ പടി. ഇത് കിട്ടണം. ഇതിന് അലഞ്ഞന്നെ കിട്ടണം. ഇതൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല. ജീവിതത്തിൽ ഓരോ അനുഭവത്തിൽ നിന്നും നമ്മൾ നിങ്ങളുടെയൊക്കെ തന്നെ കുട്ടിക്കാലം തൊട്ടുള്ള അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ഇതിനൊക്കെ ഇതാ ഒരു അവസരം, ഇതാ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് ഇട്ട് തന്നിട്ടുണ്ടാവും. നമ്മളറിയാതെ പോയതാണ്. ഇന്ന് ഓർത്തെങ്കിലും എടുക്കാൻ നമുക്ക് അവസരമുണ്ട്. ചിലപ്പോൾ ഭാഗവതം 10 പ്രാവശ്യം വായിക്കണേക്കാട്ടിലും കൂടുതൽ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്ന് വീണ്ടും ഭാഗവതം വായിച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഇങ്ങനെ പുഷ്പം പോലെ വിരിഞ്ഞു വരും അകത്ത്. അങ്ങനെ മീനിങ് ഫുള്ളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. മാത്രമല്ല എല്ലാ പാരമ്പര്യങ്ങളുടെയും പദ്ധതികളുടെയും ഐക്യമാണ് ഒരു ബ്രഹ്മജ്ഞാനിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. എല്ലാ പാരമ്പര്യങ്ങളും പഠിക്കണമെന്നില്ല. എല്ലാ പാരമ്പര്യങ്ങളിലും സത്യമുണ്ട് എന്ന് ഉറപ്പിക്കണം. അത് ഭംഗിയായിട്ട് ഭാഗവതം കാണിച്ചു തരണം. എങ്ങനെയാണ് കാണിച്ചു തരണത്? നോക്കൂ, ഞാൻ കുറച്ച് ഋഷിമാരുടെ പേരൊക്കെ നേരത്തെ പറഞ്ഞു. ഓരോരുത്തരും ഓരോ പദ്ധതിക്കാരാണ്. അവർക്കൊക്കെ വേണമെങ്കിൽ തമ്മിത്തല്ല, ഞാൻ പോവില്ല, മറ്റേ പദ്ധതിക്കാരൻ പരീക്ഷത്തിൻ്റെ അവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്കവിടെ പോകാൻ പറ്റില്ല, ഞാൻ പോവില്ല, പരീക്ഷിത്ത് അയാളുടെ ആളാണ്. ഇതൊന്നും ആരും പറഞ്ഞില്ല. വസിഷ്ഠൻ്റെ പദ്ധതിക്കാർ വന്നു, വിശ്വാമിത്രൻ്റെ പദ്ധതിക്കാർ വരുന്നു, ഓരോരുത്തരും പദ്ധതിക്കാരും. അല്ലാണ്ട് കൃഷ്ണൻ മാത്രമാണ് ശരി, ശിവൻ പിശാചാണെന്നൊന്നും പഠിപ്പിച്ചില്ല. അങ്ങനെയല്ല. എല്ലാ പദ്ധതികളുടെയും സമന്വയമാണ് പരീക്ഷത്തിൻ്റെ പ്രായോപവേശ സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത്. അന്നത്തെ കാലത്ത് ഭാരതത്തിലുണ്ടായിരുന്ന എല്ലാ ചിന്താ പദ്ധതിക്കാരും, ചാർവാകന്മാർ വരെ വന്നിട്ടുണ്ട്. ആരാ ചാർവാകന്മാർ? നിരീശ്വരവാദികളാണ്. ചാർവാകനും ഋഷിയാണ്. ചാർവാകന്മാർ പോലും വന്നിരിക്കുന്നു അവിടെ. അപ്പം എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരുടെയും മധ്യത്തിലാണ് ഈ മഹാരാജാവ് ചോദിക്കുന്നത്, മരണാസന്നനായിട്ടുള്ള ഒരാൾ എന്താ ചെയ്യേണ്ടത്? ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരാളോട് ചോദിക്കുക. ശുഗമഹർഷി വേദാന്തിയാണെന്നോ അല്ലെങ്കിൽ ദ്വൈതിയാണെന്നോ വിശിഷ്ടാദ്വൈതിയാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഈശ്വരൻ്റെ ഒരു പ്രതിരൂപം ഗുരുവായിട്ട് അവിടെ വന്നിട്ടിരിക്കുന്നു. ആ യൂണിറ്റി ഓഫ് ട്രഡീഷൻസ് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. ശുഗമഹർഷിയുടെ സാരസ്വതം തുടങ്ങണം എങ്ങനെയാണ്? ഭഗവാന്റെ ആ വിരാട്ടായിട്ടുള്ള സ്വരൂപത്തിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. ആദ്യം തന്നെ പരീക്ഷത്തിൻ്റെ അടുത്ത് പറയുക, നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അത് അവരുടേതായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതിപ്പോൾ വലിയ ഗ്രേറ്റ് ഒന്നും ആയിരിക്കില്ല. ഇപ്പോൾ പറഞ്ഞുതരാൻ സമയമില്ല, ഒരിക്കലും പറയരുത്. നമ്മളോട് അങ്ങനെ പൂർവ്വ തലമുറകൾ പറഞ്ഞു തന്നതിൻ്റെ ഫലമാണ് നമ്മൾ ചോദ്യം ചോദിക്കാതായത്. നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികളോട് പറയണം, നല്ല ചോദ്യമാട്ടോ, മിടുക്കനാണ്, അങ്ങനെയാണ്, അല്ലെങ്കിൽ നന്നായി ചോദ്യം, അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇതിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് വന്ന് പറഞ്ഞു തരാം എന്നിട്ട് പറഞ്ഞും കൊടുക്കണം. വാഗ്ദാനം തെറ്റിക്കരുത്. സമയമുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും ഭഗവാനാവാൻ സാധിക്കില്ല. ഭഗവാൻ യുദ്ധവും നയിക്കും, അതേസമയം ഒരു കുട്ടി വന്ന് അതിൻ്റെ ഇടയിൽ തേരിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മിഠായിയുടെ തൊലി പൊളിച്ചാന്ന് പറഞ്ഞാൽ അതും പൊളിച്ചു കൊടുക്കും. അത് ഭഗവാനെ സാധിക്കുള്ളൂ, നമുക്ക് സാധിക്കില്ല. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് വർക്ക്, അത് ലെസ് ഇമ്പോർട്ടൻ്റ് വർക്ക്. ആ കുഞ്ഞ് വളർന്ന് വലുതായി
നമ്മുടെ അടുത്ത് ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ ആ കുഞ്ഞ് മരിച്ചു പോകുമ്പോഴേ അറിയുള്ളൂ അത് മിഠായിയുടെ റാപ്പർ പൊളിക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ വാല്യൂ. അന്ന് നമ്മളതറിയില്ല. പക്ഷെ ഭഗവാൻ ഇതൊക്കെ അറിയാം. അതുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനെ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ശുഗൻ ആദ്യം തന്നെ പറയണം, നല്ല ചോദ്യം നീ ചോദിച്ചത് പരീക്ഷത്തെ, ഇതെല്ലാവർക്കും വേണ്ടിയാണ് നീ ചോദിച്ചത്, എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുക. അത് ഭാഗവതത്തിൽ ഉടനീളം കാണാം. പരീക്ഷത്തെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ എക്സലൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയും. എന്തിന് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ വൃത്രനെ കൊന്നു കഴിയുമ്പോൾ ശുഗൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കും, ഒരു കുത്തണ ചോദ്യമാണ് ശരിക്കും ചോദിക്കുന്നത് പരീക്ഷത്ത്. അതെന്താ, ഭഗവാൻ എല്ലാവരിലുമുണ്ട്, എല്ലാവരുടെയും ആണെന്ന് പറഞ്ഞിട്ട് അസുരന്മാരെ മാത്രം എപ്പോഴും കൊല്ലും, ദേവന്മാരുടെ സൈഡ് പിടിക്കുകയും ചെയ്യണത് നമ്മൾക്കൊക്കെ ഉള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ശുഗൻ പറയാണ് എക്സലൻറ്റ് ക്വസ്റ്റ്യൻ, നല്ല ചോദ്യം, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഈ ചോദ്യം പണ്ട് യുധിഷ്ഠിരൻ, നിൻ്റെ മുത്തച്ഛൻ യുധിഷ്ഠിരൻ നാരദൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞ കഥ പറയാമെന്ന് പറഞ്ഞിട്ടാണ് നരസിംഹാവതാരം പറഞ്ഞു. നരസിംഹാവതാരത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അതാരും പഠിപ്പിക്കാറില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് വിദ്വേഷഭക്തി എന്ന് പറഞ്ഞിട്ടൊരു പ്രഭാഷണം ചെയ്തിരുന്നു. വിദ്വേഷം കൊണ്ട് എങ്ങനെ ഭഗവാനെ കിട്ടണം. ചെറിയോദേശശ്വര ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് ഭഗവാനെ ചീത്ത വിളിച്ചിട്ട് എങ്ങനെ ഭഗവാനെ കിട്ടാമെന്ന്, അതാണ് അതിൻ്റെ കോർ. ആ വിദ്വേഷഭക്തിയുടെ കാതലായിട്ടുള്ള വശം പഠിപ്പിച്ചു കൊടുക്കണം അവിടെയാണ്. എന്നിട്ട് അദ്ദേഹം ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള സമയം ആ ബ്രഹ്മത്തിൽ, ആ സത്യവസ്തുവിൽ മനസ്സിനെ നിനക്ക് ഉറപ്പിച്ചു നിർത്താനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞതിന് ശേഷം ശ്രവിക്കുക, ജപിക്കുക, ധ്യാനിക്കുക. ഭഗവാന്റെ ജീവിതത്തിൽ ഭഗവാൻ ശരീരമെടുത്തപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള എന്തൊക്കെ ലീലകളുണ്ടോ അതിനെയൊക്കെ സ്മരിക്കാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കൃത്യമായിട്ട് ചോദിച്ചത് എന്തായിരുന്നു, മരിക്കാൻ ഒരു മനുഷ്യൻ്റെ ഡ്യൂട്ടി എന്താണ്, അതും പ്രത്യേകിച്ച് മരിക്കാൻ പോണവൻ്റെ ഡ്യൂട്ടി എന്താണ്. ഈ ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു. പരീക്ഷത്തെ മരണഭയം ഉണ്ടായാൽ വൈരാഗ്യം തന്നെ വരും, വൈരാഗ്യം കൂടാണ്ട് ഉപദേശങ്ങൾ ഫലിക്കില്ല. അപ്പോൾ എന്ത് സത്സംഗത്തിന് പോയിരിക്കണതിന് മുമ്പും അവനവൻ്റെ മരണത്തിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് പോയിരിക്കണം എന്ന്. ഇല്ലെങ്കിൽ ഇത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോകും. സത്സംഗത്തിന് വേണ്ട പ്രീ റിക്വിസിറ്റ് വൈരാഗ്യമാണ്. വൈരാഗ്യം വരണമെന്നുണ്ടെങ്കിൽ മരണഭയം ഉണ്ടാവണം. മരണഭയം വെച്ചാൽ നമ്മൾ പറഞ്ഞ മാതിരി സൈക്കോസിസ് ആയിട്ടുള്ള മരണഭയമല്ല, മരണത്തിനെ ആക്സെപ്റ്റ് ചെയ്യുക. ആ അർത്ഥത്തിൽ വേണം അത് മനസ്സിലാക്കാൻ. 7-ാം ദിവസം മരിക്കുന്ന പരീക്ഷത്തിനറിയാം. അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ ശാരീരിക ചിന്തകളൊക്കെ ഉപേക്ഷിച്ചു. 1/4 മണിക്കൂറോ അരമണിക്കൂറോ ഇങ്ങനെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ സ്റ്റീവ് ജോബ്സിൻ്റെ പറഞ്ഞ മാതിരി അന്നത്തെ ദിവസം വൈകുന്നേരം ഞാൻ മരിച്ചു പോകും, അതൊരു ധ്യാനമാണ്. ഈ ധ്യാനം പരിശീലിച്ചിരുന്ന അനവധി പേരുണ്ട്. 6-ാമത്തെ വയസ്സ് തൊട്ടിട്ട് രമണൻ ഇത് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 12-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ആ ബോധം ഉറച്ചത്. താനെ ഉണ്ടായതാണ്. ചില വ്യക്തികൾ ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് നേടുകയും ചെയ്യും. ഈ ബോധത്തിന് ഈ വിധത്തിൽ ധ്യാനത്തിനെയൊക്കെ ശീലിച്ച് വരണ ഒരു വ്യക്തിയെ, ഈ വിധത്തിൽ ധ്യാനത്തിനെയൊക്കെ ശീലിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു വയ്ക്കണം. അതിനുശേഷം ഭഗവാന്റെ വിരാട് രൂപത്തിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കും. അത് ഞാൻ അടുത്ത പ്രഭാഷണത്തിൽ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് പോകാം. ആ വിരാട് വർണ്ണന പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഈ 24 അവതാരങ്ങളെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ പിന്നീട് വിസ്തരിച്ച് വരുന്നത് കൊണ്ട് അതും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ.